അപ്പൂപ്പൻ മരിച്ചിട്ട് 3-4 മാസമായിടാ. ഇന്ന് രാവിലെ ഇതേ അച്ഛമ്മ വിളിച്ചിട്ട് അപ്പൂപ്പൻ്റെ ഫോൺ എനിക്ക് തന്നു. അതുവരെ ലോക്ക് അയച്ചു കൊടുക്കാനായിരിക്കടാ. അല്ലടാ, അപ്പൂപ്പന് ഇച്ചിരി സേവിങ്സ് ഒക്കെ ഉള്ള ആളായിരുന്നല്ലോ. എനിക്കും കസിൻസിനൊക്കെ കറങ്ങാനൊക്കെയുള്ള പോക്കറ്റ് മണി തരുമായിരുന്നു. പേരമക്കൾ ഏറ്റവും ഇഷ്ടം എന്നോടല്ലായിരുന്നോടാ. അതുകൊണ്ടാണ് അച്ഛമ്മ വിളിച്ച് എനിക്ക് ഈ ഫോൺ തന്നത്. എടാ അതിനിപ്പോൾ ഒരു ഫോൺ കിട്ടിയിട്ടാ കാര്യം. എടാ, അപ്പൂപ്പൻ്റെ ഗൂഗിൾ പേ കൊണ്ട് ഇഷ്ടംപോലെ പൈസ കിടപ്പുണ്ടെന്നേ. എൻ്റെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞു അച്ഛമ്മ. നോമിനിയും അച്ഛമ്മയാണല്ലോ. എൻ്റെ പൊന്നളിയാ, നീ ആവശ്യത്തിന് സമ്പാദിക്കുന്നില്ലേ, പിന്നെ നിനക്കെന്തിനാ ഈ പൈസ? പൈസ അല്ലടാ, എത്ര കിട്ടിയാലും മതിയാകത്തില്ല. പിന്നെ നീ ഇത് ലോക്ക് അടിക്കാനുള്ളൊരു വഴി പറഞ്ഞേ. എടാ നിൻ്റെ അമ്മായിയുടെ മോനല്ലേ രാജേട്ടൻ, പുള്ളി ഈ മൊബൈൽ റിപ്പയറിങ്ങും സർവീസിങ്ങും ഒക്കെ പഠിച്ചല്ലേ. പുള്ളിയോട് ചോദിച്ചാൽ നൈസായിട്ട് അടിച്ചു തരത്തില്ലേ? അത് ശരിയാകത്തില്ല. ഇതിനകത്ത് പൈസ ഉള്ളതും അച്ഛമ്മ എനിക്ക് ഫോൺ തന്നൊക്കെ പുള്ളി അറിയത്തില്ലേ. ഒന്നുമില്ലെങ്കിലും പുള്ളിയും അപ്പൂപ്പൻ്റെ കൊച്ചുമോനല്ലടാ. എടാ തൽക്കാലം അച്ഛമ്മ ലോക്ക് അടിക്കാൻ തന്നു വിട്ടാന്ന് പറയാം, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. നീ ബാ. ചേട്ടോ, ഇന്നെന്നാ വെട്ടൊന്നുമില്ലായിരുന്നോ? രാവിലെ മഴയല്ലായിരുന്നോടാ, അതുകൊണ്ട് ഇന്ന് ഇറങ്ങിയില്ല. നീ എന്നാ നീ വഴിക്ക്? ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ വന്നാ. നീ ആ, പിള്ളേരൊക്കെ എന്നാ പറയുന്നു? ഓ എന്നാ പറയാനാടാ, സ്കൂളൊക്കെ തുറന്നില്ലേ, അവർ ഹാപ്പിയാ. പുതിയ ബാഗ്, പുതിയ കുട. നമ്മളാണെങ്കിൽ കടയിലൊന്നും അതിൻ്റെ പൈസ പോലും കൊടുത്ത് തീർന്നിട്ടില്ല. അപ്പം മൊത്തം നല്ല ചിലവല്ലേ? സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇതൊരു പതിവാ. പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് അങ്ങനെ അങ്ങ് ഇരിക്കും. ചേട്ടാ, ആ ദേ ഈ ഫോണിൻ്റെ ലോക്ക് ഒന്ന് അഴിച്ചു തന്നെ. എടേ, നമ്മുടെ അപ്പൂപ്പൻ്റെ ഫോണല്ലേ? അതേന്നേ, അച്ഛമ്മ വന്നു വിട്ടാ ചേട്ടനെ കൊണ്ട് ലോക്ക് അഴിപ്പിക്കാൻ വേണ്ടി. പാസ്വേഡ് അറിയത്തില്ലെന്ന്. അത് ഇതിന് മാത്രം അറിയാനൊന്നും ഇല്ലടാ, നിൻ്റെ പേര് തന്നെ. എൻ്റെ പേരോ? ആ, നിൻ്റെ പേര്. ഫോൺ മേടിച്ച ഉടനെ തന്നെ അപ്പൂപ്പൻ ഈ ഫോണായിട്ട് എൻ്റെ അടുത്താണ് വന്നത്, സെറ്റാക്കി കൊടുക്കാൻ. പാസ്വേഡ് എന്നാണെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ പേരിട്ടാമെന്ന് പറഞ്ഞു. അതെ, ഫോൺ ഓപ്പണായി. അത് കൊള്ളാം. ഈ പാസ്വേഡും കൈ വെച്ചിട്ടാണോ നീ ഇത്ര കിടന്ന് ഓടിയത്? അല്ല, അപ്പൂപ്പൻ ഇവനോട് മാത്രമാണ് ഇത്ര ഇഷ്ടം? ഇവനായിരുന്നല്ലോ തറവാട്ടിലെ അവസാനത്തെ സന്തതി. ഇവൻ്റെ അച്ഛൻ ഒറ്റപുത്രനായിരുന്നുകൊണ്ടേ ഇവരായിരുന്നു തറവാട്ടിൽ. ഞാനൊക്കെ കെട്ടിച്ചിട്ട മോനായതുകൊണ്ടേ ഞങ്ങളോടൊക്കെ അപ്പൂപ്പനെ ഇച്ചിരി അകൽച്ചയായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നേ. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ, വീട്ടിലോട്ട് വിടാം. വണ്ടി ഉണ്ട് പോയിത്തോ? ഞാനില്ലടാ, നിങ്ങൾ പോക്കോ. വീട്ടിൽ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും എല്ലാം കണക്കാം. എന്നാൽ ശരി, ഞങ്ങൾ പോവാം. ചേട്ടാ, അപ്പൂപ്പന് നിങ്ങളോട് അകൽച്ചയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ അടുത്തിരിക്കുമോ? അച്ഛമ്മ ആ ഫോൺ തന്നെ എനിക്കാണേലും ഇപ്പോൾ അതിൻ്റെ ആവശ്യം ചേട്ടനാണ്. ചേട്ടൻ്റെ അത്യാവശ്യം കടങ്ങളും പ്രശ്നങ്ങളൊക്കെ അപ്പൂപ്പൻ്റെ ഫോൺ തീർത്തോളൂ. ചേട്ടാ, അപ്പൂപ്പൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് ഫോട്ടോസ് അതിനകത്തുണ്ടേ, അത് മാത്രം എനിക്കൊന്ന് അയച്ചിട്ടേക്കണേ.